ഫരീദാബാദിലെ ഒരു ടാക്സി ഡ്രൈവറുടെ വീട്ടിലാണ് ഭീകരർ ബോംബ് നിർമ്മാണം നടത്തിയിരുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുസാമിലാണ് ഈ വീട് വാടകയ്ക്കെടുത്തിരുന്നത്. ഈ വീട്ടിൽ ഒരു കെമിക്കൽ ലാബ് ഭീകരർ സജ്ജമാക്കിയിരുന്നു. ധാന്യങ്ങൾ പൊടിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊടിച്ചിരുന്നത്. ഫരീദാബാദിലെ തന്നെ മറ്റൊരു വീട്ടിലാണ് അമോണിയം നൈട്രേറ്റ് ശേഖരിച്ചിരുന്നത്. ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ 2600ഓളം കിലോ അമോണിയം നൈട്രേറ്റാണ് ഒരു മൗലവിയുടെ വീട് വാടകയ്ക്കെടുത്ത് ഭീകരർ ശേഖരിച്ചിരുന്നത്. ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടത്തിയ ഭീകരൻ ഉമർ ഡബി തുർക്കിയിൽ വെച്ച് സിറിയൻ ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. 2022-ലായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ മറ്റ് 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരും ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉമർ നബി അൽ ഫലാഖ് സർവകലാശാലയിലെത്തിയത്. തുർക്കിയിൽ ഉമർ നബി ഉൾപ്പെടെയുള്ള ഭീകരർ 20 ദിവസത്തോളം താമസിച്ചതിൻ്റെ വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് ബോംബ് നിർമ്മാണത്തിൻ്റെ വീഡിയോകൾ വിദേശ ഹാൻഡിലർമാർ അയച്ചു നൽകിയതിൻ്റെ വിശദാംശങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 42 വീഡിയോകളാണ് വിദേശ ഹാൻഡിലർമാർ അയച്ചു നൽകിയത്. എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകളിലൂടെയാണ് ഈ വീഡിയോകൾ അയച്ചു നൽകിയത്. ഇതിനിടെ അൽ ഫലാഖ് സർവകലാശാല എങ്ങനെയാണ് ഭീകരരുടെ ഹബ്ബായി മാറിയതെന്നതിനെ സംബന്ധിച്ച് ഫരീദാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനായി പ്രത്യേക SITക്ക് ഫരീദാബാദ് പോലീസ് രൂപം നൽകി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.